ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുമ്പിലായിട്ട് 2 പാർട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്, സിമ്പിൾ ചോദ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിൻ്റെ പേരെന്താണ്? പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻസ്: മെൻഡലേവിയം, ക്യൂറിയം, കാലിഫോർണിയം, ടൈറ്റാനിയം. ആൻസർ ഓപ്ഷൻ എ, മെൻഡലേവിയം. പീരിയോഡിക് ടേബിളിലെ 101ാമത്തെ മൂലകത്തിൻ്റെ പേരാണ് മെൻഡലേവിയം. MD എന്നാണ് പ്രതീകം വരുന്നത്. അടുത്തത്, യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ്? യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം. ഓപ്ഷൻസ്: കോൺവെക്സ് ദർപ്പണം, ആറന്മുള കണ്ണാടി, സമതല ദർപ്പണം, കോൺകേവ് ദർപ്പണം. ആൻസർ ഓപ്ഷൻ ഡി, കോൺകേവ് ദർപ്പണം. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം എന്നറിയപ്പെടുന്നത് കോൺകേവ് ദർപ്പണമാണ്. അടുത്തത്, ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസം ഏത്? ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസം. ഓപ്ഷൻസ്: വിസരണം, പ്രകീർണനം, പ്രതിഫലനം, അനുരണനം. ആൻസർ ഓപ്ഷൻ ബി, പ്രകീർണനം. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അടുത്തത്, ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ്? ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം. ഓപ്ഷൻസ്: ഓക്സിജൻ, ഹീലിയം, ഹൈഡ്രജൻ, നൈട്രജൻ. ആൻസർ ഓപ്ഷൻ സി, ഹൈഡ്രജൻ. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. അടുത്തത്, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ഓപ്ഷൻസ്: 7, 14, 5, 2. ആൻസർ ഓപ്ഷൻ എ, 7. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എന്നറിയപ്പെടുന്നത് 7 ആണ്. അടുത്തത്, മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം എന്താണ്? മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം എന്ത്? ഓപ്ഷൻസ്: വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു, വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു, ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ആൻസർ ഓപ്ഷൻ ഡി, ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം എന്നറിയപ്പെടുന്നത് ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നതാണ്. അടുത്തത്, പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ത്? ഓപ്ഷൻസ്: ന്യൂട്ടൺ, ജൂൾ, ആംപിയർ, വാട്ട്. ആൻസർ ഓപ്ഷൻ ബി, ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ജൂൾ ആണ്. അടുത്തത്, വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്ര? വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത. ഓപ്ഷൻസ്: 3.4 മീറ്റർ പെർ സെക്കൻഡ്, 340 മീറ്റർ പെർ സെക്കൻഡ്, 3400 മീറ്റർ പെർ സെക്കൻഡ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ ബി, 340 മീറ്റർ പെർ സെക്കൻഡ്. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എന്നറിയപ്പെടുന്നത് 340 മീറ്റർ പെർ സെക്കൻഡാണ്. അടുത്തത്, കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏത്? കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. ഓപ്ഷൻസ്: ജീവകം എ, ജീവകം ബി, ജീവകം സി, ജീവകം ഡി. ആൻസർ ഓപ്ഷൻ എ, ജീവകം എ. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. അടുത്തത്, മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? മനുഷ്യൻ്റെ ഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത്? ഓപ്ഷൻസ്: 2, 3, 4, 5. ആൻസർ ഓപ്ഷൻ സി, 4. മനുഷ്യ ഹൃദയത്തിൻ്റെ അറകൾ എന്നറിയപ്പെടുന്നത് 4 അറകളാണ്. അടുത്തത്, ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ഏത്? ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി. ഓപ്ഷൻസ്: വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ, ഫംഗസ്. ആൻസർ ഓപ്ഷൻ ബി, ബാക്ടീരിയ. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ. അടുത്തത്, ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻസ്: കണ്ണ്, ചെവി, നാക്ക്, പല്ല് എന്നിവയാണ്. ആൻസറായി വരുന്നത് പല്ലാണ്. അതായത് കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നിവയാണ് ജ്ഞാനേന്ദ്രിയങ്ങളായി വരുന്നത്. ഇതിൽ പല്ലാണ് വരുന്നത് ജ്ഞാനേന്ദ്രിയമായി ഉൾപ്പെടാത്തത്. അടുത്തത്, ഇത് കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതാണത്? ഓപ്ഷൻസ്: ഏലം, എള്ള്, കുരുമുളക്, ഗ്രാമ്പു. ആൻസർ ഓപ്ഷൻ സി, കുരുമുളക്. കുരുമുളകാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം. അടുത്തത്, കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ്? കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻസ്: നെല്ല്, കവുങ്ങ്, വാഴ, തെങ്ങ്. ആൻസർ ഓപ്ഷൻ ഡി, തെങ്ങ്. കേരളം എന്ന പേര് ബന്ധപ്പെട്ടിരിക്കുന്നത് തെങ്ങുമായാണ്. അടുത്തത്, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏത്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം. ഓപ്ഷൻസ്: നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ആൻസർ ഓപ്ഷൻ ബി, ഓക്സിജൻ.
സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. അതായത് പകൽ സമയത്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, ആ സമയത്ത് പുറത്തുവിടുന്നത് ഓക്സിജനാണ്. അടുത്തത്, നട്ടലില്ലാത്ത ഒരു ജീവി ഏത്? ഈ തന്നിട്ടുള്ളതിൽ നട്ടലില്ലാത്ത ഒരു ജീവി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: വണ്ട്, ഓന്ത്, അണ്ണാൻ, മയിൽ. ആൻസർ ഓപ്ഷൻ എ, വണ്ട്. നട്ടലില്ലാത്ത ഒരു ജീവിയാണ് വണ്ട്. അടുത്തത്, ORS ലായനി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഈ തന്നിട്ടുള്ളതിൽ ORS ലായനി ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: അണുനാശിനി, ഔഷധം, ജൈവവളം, കീടനാശിനി. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഔഷധമായാണ്. ORS ലായനി വരുന്നത് ഔഷധമായാണ്. അടുത്തത്, കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻസ്: റബ്ബർ, മരച്ചീനി, നെല്ല്, വാഴ. ഏതാണ് കാർഷിക ഗവേഷണ കേന്ദ്രം? കണ്ണാറിലെ കാർഷിക ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടത് വാഴയാണ്, അല്ലേ? ഏത്തവാഴയാണ്. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ വാഴയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം. ഇത് മുൻപിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻസ്: ഭൂമി, ബുധൻ, ശുക്രൻ, വ്യാഴം. ആൻസർ ഓപ്ഷൻ ബി, ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ബുധനാണ്. അടുത്തത്, ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഇത് മുൻപിലെ ചോദ്യപേപ്പറിലുള്ളതാണ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻസ്: ചെമ്പ്, ഇരുമ്പ്, ലെഡ്, അലുമിനിയം. ആൻസർ ഓപ്ഷൻ ഡി, അലുമിനിയം. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലുമിനിയത്തിൻ്റെ അയിരാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കിയത്, സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മുൻപിൽ നമ്മൾ 2 ക്ലാസ് ഇതിൻ്റെ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം, നിങ്ങൾക്ക് അതുവഴി കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായി കാണാം.